ഹായ്, നമസ്കാരം. വാഴ 2 സിനിമ എല്ലാരും കണ്ടോ? കണ്ടില്ലെങ്കിൽ കാണണം കേട്ടോ. കാരണം നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. നമ്മുടെ വിപിൻ ദാസ് തിരക്കഥ എഴുതി സവിൻ എസ് എ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ മൂവിയാണ്. 2-2.5 മണിക്കൂർ നമ്മളെ ഇരുത്തിക്കളയും. അതുപോലെ കിട്ടില്ല മൂവിയാണ്. അതിൽ തിയേറ്റർ രംഗം ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം എന്ന് വെച്ചാൽ സത്യം പറയാൻ 1 മിനിറ്റ് നമുക്ക് കൗണ്ടറാ. ഒരു കൗണ്ടർ വന്നിട്ട് നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കൗണ്ടർ വന്ന് ചിരിച്ച് കുറച്ചു നേരം കേട്ട് ഇത് അങ്ങനെയല്ലായിരുന്നു. ആ ഒരു സമയം എന്ന് വെച്ചാൽ 1 മിനിറ്റോളം, ഏകദേശം 1 മിനിറ്റോളം അല്ലെ, 1 മിനിറ്റോളം നമ്മള് ചിരിച്ച് നമുക്ക് അടുത്ത വീണ്ടും ചിരിക്കുന്നു, കണ്ടവർക്ക് മനസ്സിലാവാൻ കേട്ടോ. ആ ഒരു ഭാഗം ഭയങ്കര കിടുവായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ആ ചിരിച്ച ഒരു ഭാഗമില്ല, ചിരിച്ച ഒരു സീനില്ല. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ അതിനകത്ത് സെക്കൻഡ് ഹാഫ് അവിടെയൊക്കെ ചെറിയ ലാഗുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബാക്കി ഓവറോൾ ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല. ഫുള്ള് എന്റർടൈൻമെന്റ് തന്നെ. സെക്കൻഡ് ഹാഫില് ഇമോഷൻസ് ഉണ്ട്, നമുക്ക് കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, കണ്ടു കഴിഞ്ഞപ്പോ ഹാഷിമൊക്കെ എന്റെ അമ്മോ എന്തോ അഭിനയം അറിയാമോ, ഭയങ്കര സൂപ്പർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല ഡീസന്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പല ഇമോഷൻസും നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എന്ന് വെച്ചാല് പണ്ടൊക്കെ നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ വൈറലായി വരുന്ന സമയത്ത് ഇറങ്ങിയ ഒരു വീഡിയോ പണ്ടേ നമ്മളത് കാണുന്നു. ഇപ്പോഴും അത് ആ വീഡിയോ നോക്കിയാൽ കാണും. അപ്പൊ ആ ഒരു സീൻ ഇതിനകത്ത് ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പണ്ടെപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ചിരിയാണ് വരുന്നത്. എപ്പോഴും ആ വീഡിയോ കണ്ട ചിരി വരുമായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ആ ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിനകത്തെ അപ്പുറത്തൊരു വശം നമ്മളൊക്കെ ഒരു ഇമോഷണൽ വരുന്ന ഒരു സംഭവം കൂടി അതിനകത്തുണ്ട്. അത് നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കിനി ആ വീഡിയോ ആണ് നമുക്ക് ചിരിക്കാൻ തോന്നൂല. കാരണം അതിന് മറുവശം നമുക്ക് ഇമോഷണൽ ആവുന്ന ഒരു കാര്യം കൂടെ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകട്ടെ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് അതിനകത്ത് ആയിപ്പോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അതുപോലെ പിന്നെ കാസ്റ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഭയങ്കര സൂപ്പറായിരുന്നു എല്ലാവരും കേട്ടോ. ഹാഷിറാൻ ഗ്യാങ് ഭയങ്കര കിടുവായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ, അത്ര നാച്ചുറൽ അഭിനയമായിരുന്നു. അതുപോലെ അതിനകത്തൊരു പെങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അതൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭാവിയുള്ള കുട്ടിയാണ്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഹാഷിറിന്റെ പെയറായിട്ട് വന്ന ആള് ഒക്കെ, അവരൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. അതുപോലെ അതിനകത്ത് അമ്മമാരായിട്ട് അഭിനയിച്ചിരിക്കുന്നവരെ എല്ലാവരും, കാരണം എല്ലാവരും കിടുവാക്കി. എല്ലാവരും ഒരുപോലെ ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഡ്രഗ്സിനെതിരെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് അത് ഇരുന്ന് ചിന്തിക്കുന്ന രീതിയിൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിലും ഒക്കെയാണ്. പിന്നെ അതില് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വാഴ 2 ഓവറോൾ പറയുകയാണെങ്കിൽ കിടു മൂവിയാണ്. എനിക്ക് വാഴ 1-നേക്കാൾ ഇഷ്ടപ്പെട്ട വാഴ 2 ആണ്. അപ്പൊ എല്ലാരും പോയി കാണണം കേട്ടോ. എന്തായാലും ചിരിക്കാനുള്ള വക എന്തായാലും ഇതിനകത്തുണ്ട്. എന്റർടൈൻമെന്റ് ആണ്, സൂപ്പറാണ്. എല്ലാരും പോയി കാണണേ. ശരി, ബൈ.